ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളെ സ്വാധീനിക്കാനും സിനിമ പോലെ കഴിയുന്ന മറ്റൊരു മാധ്യമമില്ല. മറ്റ് വിഷ്വൽ മീഡിയ ആയാലും വർത്തമാന പത്രങ്ങളായാലും അവയ്ക്കൊന്നും തന്നെ ഒരു ചലച്ചിത്രം സമൂഹത്തെ സ്വാധീനിക്കുന്നത് പോലെ സ്വാധീനിക്കാനാവില്ല. കാരണം ജെൻഡർ വ്യത്യാസമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന, അഭിപ്രായ രൂപീകരണം നടത്താൻ കഴിയുന്ന, അവരെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന മാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവാദമായപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ വിപുലമായ ചർച്ചയാണ്. എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പീഡനങ്ങളും നീതി നിഷേധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നമ്മുടെ സിനിമാ മേഖലയിൽ നടന്നോ, അതിൻ്റെ പിന്നിൽ ആരൊക്കെ എന്ന് വിപുലമായ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിഷയം നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടിട്ടും നമ്മുടെ താരങ്ങൾ, ഇപ്പോൾ പതിറ്റാണ്ടുകളായി മലയാള സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരങ്ങളായ മോഹൻലാലോ മമ്മൂട്ടിയോ അതിനുശേഷം വന്ന യുവതലമുറയിലെ ഏറ്റവും തിരക്കേറിയ നടന്മാരായ പൃഥ്വിരാജോ ഇന്ദ്രജിത്തോ മമ്മൂട്ടിയുടെ മകൻ ഉൾപ്പെടെയുള്ള നടന്മാരോ ആരും തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഇവരോട് ഒപ്പമെല്ലാം തന്നെ അഭിനയിച്ചിട്ടുള്ള നായികമാർ ഉൾപ്പെട്ട WCC ആണ് യഥാർത്ഥത്തിൽ ഗുരുതരമായ പരാതികൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ, കമ്മീഷൻ എന്ന് പറയാൻ പാടില്ലല്ലോ, കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റിയാണ്, വെറും കമ്മിറ്റിയാണ്. ഒരു ജസ്റ്റിസ് ഹേമ അതിൻ്റെ അധ്യക്ഷ ആണെന്നല്ലാതെ അതിന് നിയമപരമായ വലിയ പ്രാബല്യമൊന്നും ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന ചലച്ചിത്രത്തിൻ്റെ ഛായാഗ്രഹനായ വേണു നടത്തിയ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ഈ അവസരം നിഷേധിക്കുന്നതും ഭക്ഷണത്തിൽ പോലും തരംതിരിവ് കാണിക്കുന്നതുമെല്ലാം വർഷങ്ങളായി സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യമാണ്. ഒരു വാർഡനില്ലാത്ത ഹോസ്റ്റൽ പോലെ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു മേഖലയായി സിനിമാ രംഗം മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സംവിധായകരായാലും നടന്മാരായാലും സ്ത്രീകളോട്, ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പക്ഷപാതപരമായി പെരുമാറുന്ന സംസ്കാരം സിനിമാ മേഖലയിലുണ്ടെന്ന് വേണു പറയുന്നു. ജോൺ അബ്രഹാമിൻ്റെ അമ്മയറിയാൻ സിനിമയുടെ ഛായാഗ്രഹൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം അദ്ദേഹം എത്രയോ ചലച്ചിത്രങ്ങൾക്ക് ഛായാഗ്രഹനായും പിന്നീട് സംവിധായകനായും മാറിയ മലയാള ചലച്ചിത്ര രംഗത്തെ വളരെ അംഗീകാരമുള്ള ഒരാളാണ്. അപ്പോൾ വേണു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. ഇപ്പോൾ പ്രബലരായ 15ഓളം വരുന്ന മാഫിയയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് മാത്രമല്ല, അതിൽ കൂടുതൽ റാക്കറ്റുകൾ ഈ രംഗത്തുണ്ട്. അത് സംഘടനകളായും വ്യക്തികളായും ചില വ്യക്തികൾ നേതൃത്വം നൽകുന്ന സംഘങ്ങളായും എല്ലാമുണ്ട്. കാരവനിൽ ഇരുന്നു കൊണ്ട് നാളെ മുതൽ അവൻ വേണ്ട അല്ലെങ്കിൽ അവൾ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്ന ആ ഒരു രീതി, അതൊന്നും ഒരിക്കലും ഒരു ചലച്ചിത്ര രംഗത്ത് ഏത് സർഗാത്മക രംഗത്തെയും പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, അതുപോലെ പ്രഗത്ഭ സംവിധായകന്മാരായ ഷാജി എൻ കരുൺ, അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ നമ്മുടെ പോപ്പുലർ സിനിമകളുടെ സംവിധായകരായ ലാൽ ജോസ് അടക്കം അങ്ങനെ ഉള്ള സംവിധായകരുമെല്ലാം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വൈകുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശസ്തരെല്ലാം മൗനം പാലിക്കുന്നത്?
ആർക്കും ആരെയും മുറിപ്പെടുത്താനോ അലോസരപ്പെടുത്താനോ ഒന്നും താല്പര്യമില്ല. പക്ഷേ ഇവരുടെ കുടുംബം പോലെയാണ് ഈ സിനിമാ രംഗവും. കാരണം ഓരോ നായക നടൻ്റെയും അല്ലെങ്കിൽ നായക നടിയുടെയും പ്രൊഫഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു രണ്ടാം വീടാണ്. അപ്പോൾ കുടുംബത്തിനുള്ളിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇത്തരമൊരു സമീപനമാണോ അവർ സ്വീകരിക്കുക? ഒരഭിപ്രായ വ്യത്യാസം ഭാര്യയുമായോ മകളുമായോ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടണ്ടേ? അതുപോലെ ഈ തലമുതിർന്ന നടന്മാരുടെ, സംവിധായകരുടെ മക്കളുടെ മാത്രം പ്രായമുള്ള നടിമാരാണ് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ അവർക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ നായക നടന്മാരും സംശയത്തിൻ്റെ നിഴലിലാണ്. ഈ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് അവർ പുറത്തു വന്നില്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ ആരോപണ വിധേയരിൽ മമ്മൂട്ടി ഉണ്ടാവില്ല, മോഹൻലാൽ ഉണ്ടാവില്ല, പൃഥ്വിരാജ് ഉണ്ടാവില്ല, എന്നാൽ ചിലർ അടക്കം പറയുന്നു ഇവരിൽ ചിലരെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമ്മ എന്ന താരസംഘടനയും അവർക്ക് നേതൃത്വം നൽകുന്ന, സംഘടനയ്ക്കും സിനിമയ്ക്കും നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ നായക നടന്മാരും ഇതിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്.